ഞാൻ 10-25 വർഷമായിട്ട് നടുവേദനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചികിത്സ ചെയ്ത ആളാണ്. ആയുർവേദം, അലോപ്പതി, മന്ത്രം, മാനാപ്പടി അല്ല. എന്നോട് പറഞ്ഞത് എന്റെ ഡിസ്ക് ബൾജാണ്, ഡിസ്കിന് കംപ്ലൈന്റ് ആണ്, ഓപ്പറേഷൻ ഇല്ലാത്ത മറ്റു വഴിയില്ലെന്ന് ഇംഗ്ലീഷ്. തടയലും ഒഴിച്ചലും പേഴ്ചലും അറിയാത്ത ആയുർവേദം എന്നെ തടയും പേഴ്ചലും ചെയ്യും. എന്നിട്ട് എനിക്കൊരു ഗുണം കിട്ടിയില്ല. അവസാനം എനിക്ക് ആശ്വാസം കിട്ടിയത് കളരി മർമ്മ ചികിത്സക്കാർ എന്നെ തടയിപ്പോഴാണ്. അവരാണ് എനിക്ക് ആശ്വാസം തന്നത്. എന്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കാരണം അപ്പോഴാണ് സാറിന്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാനിടയായത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കുറെ ഫോളോഅപ്സ്, കുറെ വീഡിയോസുകൾ ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എത്തേണ്ട സ്ഥലം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് 2 ദിവസവും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. 50% ഇതിലെന്താണ് സംഭവിക്കാന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും വർഷങ്ങള് ലക്ഷങ്ങൾ ചെലവഴിച്ച് പല മരുന്നുകളും ആയുർവേദത്തിലെ കഷായങ്ങൾ ഞാൻ കുടിക്കാത്ത കഷായങ്ങളില്ല. ഇപ്പൊ വിഷം വേണമെങ്കിൽ ഞാൻ ഈസി ആയിട്ട് കുടിക്കും. അത്രയ്ക്ക് എന്റെ ശരീരം അതിന് അക്സെപ്റ്റ് ആയി. ഇങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ നടുവേദനയുടെ 90% എനിക്ക് മാറിക്കിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് നടുവേദന എന്ന് പറയുമ്പോൾ ഞാൻ നല്ല ജോലി ചെയ്യുന്ന ആളാണ്, നല്ലോണം അധ്വാനിക്കുന്നവനാണ്, ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നു. ഇന്ന് ഈ എറണാകുളത്ത് ഇന്നലെ ഞാൻ ഒരു 1.5 മണിക്കൂർ സ്കൂട്ടി ഒരിക്കലും എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. വൈദ്യന്മാരും ഡോക്ടർമാരും സ്കൂട്ടി ഉപയോഗിക്കാൻ പാടില്ല, നടുവേദനക്കാരെ ഉപയോഗിക്കരുത്. 1.5 മണിക്കൂർ എന്റെ വൈഫിനെ എഴുതി എറണാകുളം മൊത്തം കറങ്ങിയാൻ. എന്നിട്ട് വീട്ടിലെത്തിയപ്പോ എനിക്ക് ആ ഒരു യാത്രയുടെ ക്ഷീണം എന്നല്ലാതെ നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ക്ഷീണം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എന്റെ ഈ ഇടതുവശത്ത് കൂടെ ഒരു കറണ്ട് പാസ്സാവുന്ന രീതി ഉണ്ടായിരുന്നു. ഇങ്ങനെ എനിക്ക് കുനിയാൻ പറ്റൂല. അപ്പൊ ഭയങ്കര ഇന്നലൊക്കെ സാർ കണ്ടതാണ്. 90% അത് മാറി. ഈ മാറി എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണം, സാർ എനിക്ക് മരുന്ന് തന്നിട്ടില്ല, സാർ എന്നെ മന്ത്രിച്ചിട്ടില്ല, എന്റെ ശരീരത്തിൽ സാർ സ്പർശിച്ചിട്ടില്ല. ഇതാണ് എന്റെ പോയിന്റ്. എന്നെ കേൾക്കുന്നവർ, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി പലരോടും പറഞ്ഞപ്പോഴും എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയതാണ്. അതൊക്കെ തട്ടിപ്പാണ്. ഞാൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തു. ചില ഇതുപോലെ സംസാരിക്കുന്ന വീഡിയോ. അസുഖം 5 ദിവസം കൊണ്ട്, വേറെ 5 ദിവസം കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. വർഷങ്ങളെ 25 വർഷത്തെ എന്റെ കേസ്. ഇതിന്റെ റിസൾട്ട് പറയുന്ന വീഡിയോ കാണിച്ചപ്പോ പലരും എന്നോട് പറഞ്ഞത് അതൊക്കെ അവന്മാര് പൈസ കൊടുത്തിട്ട് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ നാട്ടുകാരാണെങ്കിൽ, ഞാനും ഈ സാറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എനിക്ക് പൈസ തന്നിട്ടില്ല. ഇതുപോലെയാണ് എല്ലാവരും പറയുന്നത്. നിങ്ങളുടെ നാട് കാസർഗോഡ്. ഞാൻ കാസർഗോഡ് നിന്നാണ് വന്നത്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം, അമ്മദൂർ പഞ്ചായത്ത്, ഉളയത്തിറക്ക എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ എവിടെ ചികിത്സക്ക് പോയാലും എന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ പോലെ തന്നെ അസുഖങ്ങളുള്ളവർ. തീർച്ചയായും അവർക്കോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇവിടെ വരിക, ഇവിടെ വന്നതൊന്ന് പരീക്ഷിക്കുക, ഒന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും. പിന്നൊന്ന്, സാറിനോട് എനിക്ക് ഒരു സല്യൂട്ട് ഉണ്ട്. കാരണം എന്തെന്നറിയോ, നിങ്ങളുടെ ക്ഷമ അത് വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ കേട്ടോ. കാരണം നിങ്ങൾ ഇപ്പൊ ഒരു സംഭവം പറഞ്ഞു, ഇത് എന്നോട് നിങ്ങൾ രോഗങ്ങളൊന്നും പറയരുത്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. രോഗം നമ്മൾ പറയണ്ട. നമ്മളോട് സാർ ചോദിക്കുന്നില്ല രോഗം എന്തെന്ന്. എന്റെ അസുഖം മാറുന്ന എനിക്കതല്ലേ വേണ്ടത്. ഞാൻ വരുന്നത് എന്തിനാണ്? എന്റെ അസുഖം മാറാൻ, അതല്ലേ വേണ്ടത്. പിന്നെ നമ്മൾ എന്തിനാണ് സാറിനോട് ചോദിക്കുന്നത്? 2 ദിവസം ഞാനും അത് തന്നെ പറയാതെ എങ്ങനെ? കാരണം എന്താ വെച്ചാൽ ഈ വർഷങ്ങളായിട്ട് നമുക്കുള്ള ഒരു ശീലമുണ്ട്. ഡോക്ടർമാരെടുത്തായാലും വൈദ്യന്മാരെടുത്ത് പോയാലും അവിടെ ഇരുന്ന് അവർ ചോദിക്കും എന്താണ് എന്റെ അസുഖം, നമ്മളത് പറയും. ഇത് ശീലമാണ്, എല്ലാവർക്കുള്ള ശീലമാണ്, രോഗികൾക്ക് എല്ലാവർക്കുള്ള ശീലമാണ്. എവിടെ പോയാലും നമ്മൾ രോഗം പറയും, രോഗം പറയുമ്പോൾ അതിനുള്ള മരുന്ന് തരും. പക്ഷെ ഇവിടെ അതല്ല ആവശ്യം. വരുന്നവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, തീർച്ചയായിട്ടും ഇവിടെ രോഗം പറയരുത്. നിങ്ങളെ രോഗം എന്താണ് അത് മാറും, അതിനുവേണ്ടി മാത്രം വരിക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പറഞ്ഞിട്ട് എന്റെ വൈഫിന്റെ ഒരു കാര്യം, ഞാൻ കല്യാണം കഴിച്ചപ്പോ 30 വർഷത്തിന് മേലായി. അപ്പൊ തൊട്ടുള്ളതാണ് അലർജിയുടെ പ്രശ്നവും വെരിക്കോസ് പെയിൻ. പല മരുന്ന് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസം കൊണ്ട് ഒരുപാട് മാറ്റം. അലർജിയിൽ കൈ ചൊറിച്ചിലുണ്ടായിരുന്നു, അതൊക്കെ മാറി. ചൊറിച്ചിലൊന്നുമില്ല. എന്റെ വൈഫിന്റെ കാലിന്റെ നീരൊക്കെ ഒരുപാട് മാറി. ഇല്ലെങ്കിൽ നീര് എന്നും പോയിട്ട് ബ്ലഡ് കുത്തി വലിച്ചെടുക്കണമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അതിലൊക്കെ ഒരു മാറ്റം.